ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീട് ഓർഗനൈസ് ചെയ്യുന്ന ചാലഞ്ചിൻ്റെ 12ാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുട്ടികൾക്കായിട്ട് അവർക്ക് റെഡി ആവാനൊക്കെ ആയിട്ടൊരു മേക്കപ്പ് കോർണറിൽ അവരുടെ ജ്വല്ലറി, ആക്സസറീസ് ഇതെല്ലാം ഒതുക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു സെക്ഷന് ഒരു മേക്ക് ഓവറും ഓർഗനൈസിങ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ റൂമിൽ നമ്മൾ ഐറ്റംസൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ബെഡും അവരുടെ അലമാരിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഒരു കോർണറിലുള്ള കുറച്ച് സ്ഥലം ഞാൻ നോക്കിയപ്പോൾ അവർക്കൊരു മേക്കപ്പ് കോർണർ പോലെ ആക്കിയെടുക്കാം. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ റെഡി ആവാനും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ റെഡി ആവാനോ ഏരിയ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു കോർണറിലുള്ള ചുമരിൻ്റെ ഡിസൈൻ മാത്രം ഒരിത്തിരി മാറ്റം വരുത്താം എന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫോം ഷീറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വാൾപേപ്പറൊക്കെ ഒട്ടിക്കുന്ന പോലെ തന്നെ, പക്ഷേ ഇത്തിരി ഫോമിൻ്റെ മെറ്റീരിയലാണ്, കട്ടിയുണ്ട്. പിന്നെ ഇത് പല കളേഴ്സിൽ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒട്ടിക്കുക. ഒരു വട്ടം ഒട്ടിച്ചാൽ പിന്നെ ഇത് ഊരി എടുക്കുമ്പോൾ അത് കേടായി പോകും. അതുകൊണ്ട് തന്നെ നോക്കി കൃത്യമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ 2 ഷീറ്റാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം ഫുള്ളായിട്ട് ആ കോർണറിലേക്ക് ആവശ്യം വന്നു, പിന്നെ ഒരെണ്ണത്തിൻ്റെ പകുതി ആവശ്യം വന്നുള്ളൂ. അപ്പോൾ ഇത് പല കളേഴ്സിലൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വൈറ്റാണ്, അതുകൊണ്ട് നമ്മൾ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2ാമത്തെ ഷീറ്റിൻ്റെ ഒരു ഹാഫ് നമുക്ക് മതിയായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. നല്ല ഭംഗിയാട്ടോ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ആ ഒരു ഏരിയയുടെ ലുക്ക് തന്നെ ഭയങ്കര മാറ്റമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റഡി ഏരിയയിലും ഈ ഒരു ഫോം ഷീറ്റ് വെച്ചിരുന്നു. അത് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കണം. പശ അത്യാവശ്യം നല്ലതായിട്ട് ഒട്ടുന്ന പോലെയാണ്, കൈമിക്കൊക്കെ പശ വരുന്ന പോലെയായിരുന്നു. എന്നിരുന്നാലും നമ്മളത് ഒരുവിധമൊക്കെ കറക്റ്റ് ഒട്ടിച്ചു. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് അടുത്തത് നമുക്ക് വേണ്ടത് ഒരു കണ്ണാടിയാണ്, ഒരു മിററാണ്. അത് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്താട്ടോ, ചേട്ടൻ ഉണ്ടാക്കി തന്നതാണ് ഇങ്ങനെ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സർക്കിൾ പോലത്തെ ഒരു മിററും ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള കണ്ണാടി ആയിരിക്കുന്നത്. അപ്പോൾ അത് മക്കൾക്ക് നല്ല രസമായിരിക്കുമല്ലോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ ഒരു പലകേമെന്ന് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ മിറർ ഫിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് ഇതുപോലെ ഒരു റിംഗ് ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിംഗ് ലൈറ്റ് ആയതുകൊണ്ട് പല കളേഴ്സിൽ നമുക്കത് മാറ്റാനായിട്ട് പറ്റും. അവരുടെ ഡ്രസ്സൊക്കെ വയ്ക്കുന്ന ഒരു പല കളറിലുള്ള അലമാരി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലാണ് അവർ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വെച്ചിരുന്നത്. പക്ഷേ അതത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞങ്ങളൊരു മരത്തിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചു. ആ ഒരു അലമാരയുടെ മുകളിലേക്കുള്ള അളവിൽ, കൃത്യമായിട്ട് അളവിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് ഇരിക്കും. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ഓർഗനൈസർ, ഇതുപോലെ മരത്തിൻ്റെ ഒരു ഓർഗനൈസറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം മക്കൾ ഉപയോഗിക്കുന്നത് ഒതുക്കി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഹെയർ ഓയിൽ ആയാലും ബോഡി ലോഷനോ സൺസ്ക്രീനോ അങ്ങനത്തെ എല്ലാ ഐറ്റംസും അവരുപയോഗിക്കുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പാർട്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ഐറ്റംസും അതിൽ തരം തിരിച്ച് വെക്കാം. മേക്കപ്പ് ഐറ്റംസ് ആയാലും ഒക്കെ ഒതുക്കി വയ്ക്കാൻ ഈസിയാണ്. അടുത്തതായിട്ട് അവർ ഡെയിലി യൂസ് ചെയ്യുന്ന ഹെയർ ബോ, അതുപോലെ തന്നെ മുടിമ കെട്ടുന്ന ബണ്ണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഈ ഒരു ട്രേയിലാണ് ഒതുക്കി വെക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ അവരെപ്പോഴും എടുക്കുന്ന ഐറ്റംസ് ക്ലാസ്സിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ പുറത്തോട്ട് പോകുമ്പോഴും ഒക്കെ ഉപയോഗിക്കുന്നതാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളും നമുക്ക് കാലിയാക്കി വെക്കാൻ പറ്റില്ല, കാരണം അവരുടെ റൂമിലുള്ള സ്പേസിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിനെങ്കിൽ ലിഡ് ഉണ്ട്, നല്ല ഈസി ആയിട്ട് തുറക്കാൻ അടയ്ക്കാനൊക്കെ പറ്റും. പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് നെയിൽ പോളിഷ്. അവർക്ക് 2 പേർക്കും ഭയങ്കര താല്പര്യം. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ, പക്ഷേ ഇവർക്ക് 2 പേർക്കും ഭയങ്കര താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിലുള്ള എല്ലാ കളർ നെയിൽ പോളിഷസ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ ബോക്സിൽ അധികം ഐറ്റംസ് ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാമെന്ന് മാത്രം. ബാക്കി സ്പേസ് നമ്മൾ ഫ്രീ ആക്കി അവിടെ വെട്ടിയിരിക്കുകയാണ്, എന്തെങ്കിലും വരുമ്പോൾ വെക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതും ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേറെ ബോക്സ് വെക്കാം. അപ്പോൾ അത് എളുപ്പമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി എനിക്കൊരു കുഞ്ഞ് സ്പേസും കൂടി വേണം. അവർ സ്ഥിരം ക്ലാസ്സിൽ പോകുമ്പോൾ എടുക്കുന്ന അവരുടെ ഹെയർ ടൈസ്, റിബൺ, അതുപോലെ തന്നെ വാച്ച്, ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് കുഞ്ഞൊരു ട്രെയും കൂടി അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെന്നും ഒരേ ഐറ്റംസ് ആണല്ലോ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എടുക്കുക. അത് ക്ലാസ് വിട്ട് വന്നാൽ കൃത്യമായിട്ട് ആ ഒരു സ്പേസിൽ വെച്ചാലാണ് അടുത്ത ദിവസം അത് കിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നമ്മളെല്ലാത്തിനും ഒരു സ്ഥലം സെറ്റ് ചെയ്ത് കൊടുത്താലാണ് അവർക്ക് അത് എവിടെ വെക്കണമെന്ന് കുറച്ചും കൂടി മനസ്സിലാവുക. അല്ലെങ്കിൽ ഇതെല്ലാം അന്വേഷിച്ച് കാലത്ത് നടക്കുമ്പോൾ ഭയങ്കര തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെയും കൂടി ആകുമ്പോൾ ആകെ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇതുപോലെ ഒതുക്കി വെച്ചാൽ പിന്നെ അവരുടെ ഇഷ്ടത്തിന് എന്തൊക്കെ ആവശ്യം എന്ന് വെച്ചാൽ എടുത്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. കുറച്ചും കൂടി വലിയ കുട്ടികളാകുമ്പോൾ അവർ സ്വയം തന്നെ അവരുടെ ഇഷ്ടത്തിന് ഒതുക്കിക്കോളും. ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മളിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ അവരത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ അതേ നമ്മൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു സെക്ഷനിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു സ്പേസ് ശരിക്കും പറഞ്ഞാൽ മക്കളെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ ഞാൻ വന്ന് ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു മിററും ഈ ഒരു ലൈറ്റും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യമായിട്ടോ. എൻ്റെ റൂമിൽ ഇങ്ങനെ ഒരു മിറർ ഇല്ല. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കുള്ളിൽ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അവരത് ഉപയോഗിക്കുന്ന കാണുമ്പോഴും. അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ടോയ്സ് ആയാലും ആക്സസറീസും ഒക്കെ മേടിക്കുമ്പോൾ എനിക്കും കൂടി അത് ഭയങ്കര സന്തോഷം നൽകാറുണ്ട്. നമ്മുടെ മക്കൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ തോന്നാല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്, ഈ ഒരു റൂമിലത്തെ ഈ ഒരു കോർണർ. ഇനി നമുക്ക് ബാക്കിയുള്ള അവരുടെ ആക്സസറീസൊക്കെ എങ്ങനെ ഒതുക്കി വെച്ച് കാണിച്ചു തരാം. ഞാൻ മുൻപ് ഇവരുടെ ആക്സസറീസിൻ്റെ കളക്ഷനൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നു. അന്ന് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും നമ്മളൊരു ഷെൽഫിലാണ് ഇതെല്ലാം ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു വളകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന, ഇതിങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നൊരു ഓർഗനൈസറാണ്. ഇതിലാണ് നമ്മൾ വളകളും അതുപോലെ തന്നെ മുടിമ കെട്ടുന്നതൊക്കെ ചിലപ്പോൾ ഇതുമൊക്കെ വെക്കാറുണ്ട്. ഇത് വള ഓർഗനൈസ് ചെയ്യാനാണ് കുറച്ചും കൂടി നല്ലത്. ഇവരധികം വളകൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇത് അത്രയ്ക്കും അങ്ങോട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഐറ്റം അല്ല. അടുത്തായിട്ട് ഇങ്ങനൊരു ബോക്സിൻ്റെ ഉള്ളിൽ അവർ ഉപയോഗിക്കുന്ന മുടിമ കിട്ടുന്ന വലിയ വലിയ സ്ക്രഞ്ചീസ് ഒക്കെ ഉണ്ടല്ലോ, അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഹെഡ് ബാൻഡ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇങ്ങനത്തെ ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് മക്കൾ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു ക്ലിപ്പൊക്കെ ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ കാർഡ്ബോർഡിൻ്റെ ഷീറ്റിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇസ ചെറുതായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന സ്ലൈഡ് തൊട്ട് ചെറിയ മോൾക്കും വാങ്ങിയിട്ടുള്ളതും എല്ലാമാണ് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. അപ്പോൾ എനിക്ക് മക്കളുണ്ടാവുന്ന സമയത്ത് അവർ രണ്ടുപേരും പെൺകുട്ടികളായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് കുഞ്ഞു കുട്ടികളെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുക്കുക എന്നുള്ളത് ഭയങ്കര താല്പര്യമാണ്. അവർക്ക് ഹെയർ ആക്സസറീസ് ഒക്കെ വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് നല്ല ഉടുപ്പൊക്കെ മാച്ച് ചെയ്തിട്ട് അതിനൊക്കെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അങ്ങനെ കളയാതെ ഞാൻ എടുത്ത് വെച്ചിരിക്കുക. എനിക്കത് കളയാൻ ഭയങ്കര വിഷമമാണ്, കുഞ്ഞിലത്തെ ആയാൽ പോലും. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ക്ലിപ്പ് അല്ലെങ്കിൽ ഇയറിങ്സ് ഒക്കെ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് വെക്കാനും മാത്രം അധികം ഐറ്റംസ് ഇല്ല, പക്ഷേ നമ്മളത് കേടാവാതിരിക്കാൻ ഇങ്ങനെ ഒരു ഡിവൈഡർ ബോക്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ക്ലിപ്പും തരംതിരിച്ച് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ വല്ല കല്യാണങ്ങളോ ഫംഗ്ഷൻസോ അങ്ങനത്തെയൊക്കെ വല്ലത്തിനും പോകുമ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇതിൽ. പിന്നെ മുടിമ കെട്ടുന്ന ഹെയർ ടൈസ്, ഇത് അവർ ഞാൻ നേരത്തെ പറഞ്ഞ വല്ല പാർട്ടിയോ അങ്ങനെയൊക്കെ വരുമ്പോൾ എടുക്കുന്നത്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് കെട്ടുന്നത്, അങ്ങനെ അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ആവശ്യം വന്നാൽ എടുക്കാൻ മാത്രം. അപ്പോൾ നമ്മൾ ഇതെല്ലാം തന്നെ ഈ ഒരു ഷെൽഫിലാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ ബോക്സാണ് ഞാൻ നേരത്തെ എടുത്ത് പുറത്തോട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഇതിൽ ഓരോത്തിലും നമ്മൾ ഓരോ ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കമ്മലുകൾ ഇവർ കുഞ്ഞു കുഞ്ഞു സ്റ്റഡ് ഉപയോഗിക്കാറ്, അതിങ്ങനെ ടെർമോക്കോളുടെ പീസും ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകുമ്പോഴായാലും ഒക്കെ യൂസ് ചെയ്യുന്ന കുഞ്ഞു സ്റ്റഡുകൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നത്. ബാക്കി നേരത്തെ കാണിച്ച എല്ലാ ഐറ്റംസും ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിലാണ്. ഹെയർ ബാൻഡ് ആയാലും ഹെയർ ബോസ് ആയാലും ഹെയർ ടൈസ് അങ്ങനത്തെ എല്ലാം തന്നെ ഒതുക്കിയിരിക്കുന്നത് ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ഷെൽഫിലും പല ടൈപ്പ് ഐറ്റംസ് തരം തിരിച്ചിട്ട് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മക്കളുടെ ഒരു ഡ്രസ്സിങ് ഏരിയ അല്ലെങ്കിൽ മേക്കപ്പ് കോർണർ, ആക്സസറീസ് ഇതൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ടാസ്ക് നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. ജ്വല്ലറി ഐറ്റംസും അതുപോലെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒതുക്കി വൃത്തിയാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.